ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഡിഷ് സാമൺ ടെറിയാക്കിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 700 ഗ്രാം സാമൺ ഞാൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തത്. അതിലോട്ടേക്ക് ഇച്ചിരി സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ടെറിയാക്കി സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് സോയ സോസ് വേണം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഹണി, അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഒരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ടേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ജിഞ്ചറും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലോവ്, നമ്മളുടെ വെളുത്തുള്ളിയും കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കേട്ടോ, അതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു 2-3 ചെറിയ കഷ്ണം ജിഞ്ചറും കൂടെ അതിലിട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് സെസമി ഓയിലാണ്, അതും ഒരു ടേബിൾ സ്പൂണും പിന്നെ നമുക്ക് വൈറ്റ് വിനീഗർ ഒരു ടേബിൾ സ്പൂണും. ഇത്രയാണ് നമുക്ക് ടെറിയാക്കി സോസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലോട്ടേക്ക് ഫിഷ് ഫില്ലറ്റ്സിൻ്റെ പീസസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ശരിക്കും എന്ത് എളുപ്പമല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളൊന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഒരുപാട് കാശൊക്കെ കൊടുത്ത് കഴിക്കുന്ന ഫുഡൊക്കെ നമുക്ക് വീട്ടിലൊന്ന് വിചാരിച്ചാൽ എളുപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ടാവും, സാധനങ്ങളൊക്കെ. ഫിഷ് മാത്രം വാങ്ങിക്കാനേ ഉണ്ടാവുള്ളൂ, ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ളത് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് ഫിഷ്. വേണമെങ്കിൽ ഒരു 2 ഹവേഴ്സ് വരെ വയ്ക്കുക, നല്ലപോലെ ഫ്ലേവർഡ് ആ ഫിഷിൽ വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ നമുക്ക് സെസമി ഓയിലും കൂടെ ഒഴിക്കാം. ഇനി സെസമി ഓയിൽ ഇല്ലെങ്കിൽ, അതായത് നമ്മൾ നല്ലെണ്ണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സാധാ നമ്മളുടെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി ഒന്ന് ഫ്രൈ ചെയ്യാൻ. ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നുള്ള ഭാഗം തിരിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പാനിലോട്ടേക്ക്. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ കുക്കാവും സാമൺ. ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള റെസിപ്പി ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/2 പോർഷൻ മാത്രം സോസ് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി, ഒരു ഇച്ചിരി മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് ഫ്രൈ ആയി കഴിയുന്ന സമയത്ത് ഒരു ഇച്ചിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഫ്ലേവർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇത്രയേ ഉള്ളൂ ടെറിയാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൻ്റെ ഈ ഒരു ഡിഷ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇച്ചിരി മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ള ഒരു സാമൻ്റെ ഡിഷാണിത്. നമുക്കപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് അതൊന്ന് സെർവ് ചെയ്യാം. നല്ല റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇച്ചിരി വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ.